ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്ത സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഇറ്റാലിയൻ ടേസ്റ്റ് ആണ്. ആദ്യം ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പം ബോൺലെസ് ചിക്കൻ വളരെ തിന്നായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. ഗാർലിക് പൗഡറിന് പകരം ഒരു വലിയ വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം, കൂട്ടിയോ കുറച്ചോ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇതിലേക്ക് ടെൻഡർ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ ഫ്ലേവർ ചേർക്കാം. അപ്പോൾ അത് ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ ചിക്കനിലേക്ക് ഇതെല്ലാം പിടിച്ച് നന്നായി വെള്ളം വറ്റി ഡ്രൈ ആയി വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ ഫ്ലേവർ ആഡ് ചെയ്തതിനകത്ത് ഉപ്പ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സെലറിയുടെ തണ്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രോക്കലി അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് വേഗത്തിൽ വേകുന്ന വളരെ ചെറിയ ടൈപ്പ് പാസ്ത ചേർക്കാം. ഞാനിവിടെ വാഗൺ വീൽ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിൽ ഉപ്പ് കാണും, അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് വേകുന്നതിനായിട്ട് ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർക്കാം. വേഗത്തിൽ വേകുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ടെൻഡറായി വെന്ത് കിട്ടും. ഇനി ഇത് അടച്ചു വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി പാസ്തയൊന്ന് പകുതി വേകുന്നിടം വരെ വേവിച്ചെടുക്കാം. പാസ്ത ഓവർ കുക്ക് ചെയ്യരുത്, നല്ല ടെൻഡറായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സിമ്മറിൽ വെച്ച് ഇതിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നന്നായി പിടിക്കുന്നിടം വരെ സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് വേഗത്തിൽ വേകുന്നതിന് വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ച് വേവിക്കരുത്. ഇതിപ്പോൾ പാകത്തിന് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി ആ പാലൊന്ന് കുറുകുന്നതിനായിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് ചീസ് ചേർക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്തത്. ചീസ് ഒരുപാട് ചേർക്കരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. കുറച്ച് ക്രഷ്ഡ് പെപ്പർ ചേർക്കാം. കുറച്ച് സെലറിയുടെ ഇല അരിഞ്ഞത് ചേർക്കാം. ഗ്രീൻ ബീൻസ് അല്ലെങ്കിൽ പാലക്ക് ചേർക്കാം, മഷ്റൂം ചേർക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ചേർക്കാം. ഇതൊക്കെ ഓപ്ഷണൽ വെജീസ് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുവരെ പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.